എല്ലാ വീട്ടിലും കിണറുണ്ട്. ആ കിണറിലുള്ള വെള്ളങ്ങൾ കുടിക്കാൻ പറ്റാത്ത രീതിയായി. അപ്പൊ അതൊരു കശപ്പാണ്. ചോറ് വയ്ക്കാനും പറ്റില്ല, ചീഞ്ഞു പോവുക ചോറ്. കുളിച്ചാലും തല ചുറ്റല്, ആ കൈയും കാലൊക്കെ ഒരു വേദനയും കുടച്ചിലും ഉണ്ട്. Plachimada, an unknown village in Palghar district of Kerala in South India. Bullock carts, grazing sheep and paddy fields dot the landscape of this rural hinterland. Majority of the villagers are farm labourers belonging to the Iravalar and Malasar tribal communities. They were excited when the news came that the global giant Coca-Cola was setting up a bottling plant in their village. കൊക്കോള എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ വന്ന് എല്ലാവരും പറഞ്ഞു കമ്പനി വന്നപ്പോൾ നിങ്ങൾക്ക് നല്ലതാണ്. Coca-Cola Enterprises, the largest soft drinks bottler in the world, was established in 1899 in the United States of America. Now, it is a $16 billion international company with annual sales of more than 4 billion cases and outlets in almost all the countries in the world. Coca-Cola is the most valued brand name in the world ahead of Microsoft and IBM. Coca-Cola American company പ്ലാച്ചിമടയിൽ സ്ഥാപിക്കാൻ വരുന്നത് ഇവിടെ കുറച്ച് വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. സത്യത്തിൽ ഇവിടെ ഇതിന്റെ ഭവിഷ്യത്തുകൾ ഇതിനെക്കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്തുകാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ ഗ്രാമസഭയോ കൂടി ഒരു തീരുമാനം ഒരു നാട്ടുകാർക്കും അറിയില്ല. The Hindustan Coca-Cola Beverages Private Limited acquired a 38-acre plot of prime agricultural land in Plachimada, violating the Kerala Land Utilisation Act of 1967. The villagers waited in high expectation, but their problems were just beginning. 1999 കൊക്കോകോള പ്ലാന്റ് ഇവിടെ പണിയുകയായിരുന്നു. ഈ 99 കാലഘട്ടം വരെ ഇവിടെ കുടിവെള്ളത്തിനോ കൃഷിക്കോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ 99 പ്ലാന്റ് പണിയുകയും 10 മാസം കൊണ്ട് ഇവർ പ്ലാന്റ് പണി പൂർത്തീകരിക്കുകയും 2000 പറയുമ്പോൾ കമ്പനി ഓപ്പൺ ചെയ്യുകയും ചെയ്തു. The plant employs 500 workers. The innocent villagers were promised employment in the plant when completed, but it was not to be. ഇവിടെയുള്ളവർക്ക് പണി കൊടുത്തിട്ടില്ല. ഇവർ കോഴിക്കോട്ടിൽ നിന്നിട്ടും മലപ്പുറത്തിൽ നിന്നിട്ടും കൊഴിഞ്ഞാമ്പാറയിൽ നിന്നിട്ടും ജനങ്ങളെ കൊണ്ടുവന്നിട്ടാണ് പണിയെടുപ്പിച്ചിട്ടുള്ളത്. The company says that they have sunk 6 bore wells and 2 big wells inside. They claim to extract more than 500,000 liters of water per day. There are no laws in this country to control groundwater extraction and no mechanism to monitor the amount of water used. Any soft drink company can set up shop in India and indiscriminately exploit the groundwater. The villagers in Plachimada say that the Coca-Cola company is guzzling water through bore wells, sucking the groundwater and their open wells dry. The quality of the water has also changed. The company claims to work closely with the local communities, but then the proximity of a global giant has its own problems. ഇപ്പൊ ഇവിടെ നിറയെ കിണറുകളുണ്ട്. ഇവിടെ വെള്ളം തീരെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ വെള്ളം ഈ ചോറ് വെക്കുമ്പോൾ തന്നെ ചോറ് ആകെപ്പാട് ചാണകം പോലെ ഇങ്ങനെ ചീഞ്ഞു പോകും. ആ ചോറ് കുറെ വെച്ച് ആ സമയത്ത് കഴിക്കാൻ പറ്റുള്ളൂ, പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ കിലോമീറ്റർ കണക്കിൽ പോയിട്ടാണ് ഞങ്ങൾ വെള്ളങ്ങൾ കൊണ്ടുവന്ന് ജീവിക്കുന്നത്. The villagers approached the authorities for a solution. Their pleas went unheeded.
Pushed to a corner, the villagers began an agitation against the Coca-Cola Company in April 2002. Their demand? The shutdown of the bottling plant. ഞങ്ങൾ വെള്ളത്തിന് വേണ്ടിയിട്ട് നേരത്തെ സമരം തുടങ്ങിയത്. അപ്പോൾ സമരം തുടങ്ങി ഒരു 80 ദിവസങ്ങൾ 52ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒരു ധർണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പല ജില്ലയിൽ നിന്ന് ആൾക്കാർ വന്നു. പ്ലാച്ചിമടയിലെ സമരം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ബഹുരാഷ്ട്ര കമ്പനിക്കെതിരായി ഏറ്റവും ദുർബലരായ ആദിവാസികൾ. മാത്രമല്ല അതിലെ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രകൃതി വിഭവങ്ങൾക്ക് മേലുള്ള അവകാശം ആർക്ക് എന്നുള്ള പ്രാഥമികമായൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ കൊക്കക്കോള കമ്പനി അവിടെ നിന്ന് സ്ഥലം വാങ്ങി അവിടെ ബോർവെല്ല് കുഴിച്ച് വെള്ളമെടുക്കുകയാണ്. ഈ വെള്ളം ഈ കമ്പനി വാങ്ങിയ 38-40 ഏക്കർ ഭൂമിയുടെ അടിയിൽ മാത്രമുള്ള വെള്ളമല്ല. ഈ വെള്ളം ഒരുപക്ഷെ ആ പ്രദേശത്തെ ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭൂഗർഭ അക്വഫർ അഥവാ വെള്ളത്തിന്റെ ഒരു സ്രോതസ് ഉണ്ടല്ലോ, അത് ആ പ്രദേശം മുഴുവൻ പരന്നു കിടക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കൊക്കക്കോള കമ്പനിക്കാർ ആ പ്രദേശത്ത് നിന്ന് 6 ലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം നിരന്തരമായി പമ്പ് ചെയ്തുകൊണ്ടെടുത്താൽ അവരുടെ 38 ഏക്കർ ഭൂമിക്ക് അടിയിലുള്ളതിന് കൂടാതെ ചുറ്റും പ്രദേശത്തുള്ള വെള്ളം തീർച്ചയായും എടുക്കപ്പെട്ടിട്ടുണ്ടാവണം. ठंडा पीने दे बहाने आई गोड़ी ठंडा पीने दे बहाने आई तैयारा दा टशन देख लो तैयारा दा टशन देख लो जी പ്രത്യേക ലെവലിൽ വാട്ടർ ടേബിൾ താന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഹാർഡ് വാട്ടർ ആവാനുള്ള സാധ്യത തുടങ്ങും. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാരണം ലവണങ്ങൾ വെള്ളത്തിൽ അളവ് കൂടുക എന്നുള്ളതാണ് ആദ്യത്തെ അതിന്റെ ലക്ഷണം. ലവണത്തിന്റെ അളവ് കൂടുമ്പോൾ സാധാരണ ഇത് ഈ ഡിപ്ലീഷൻ വരുമ്പോൾ റീചാർജ് ചെയ്ത് വാർഷികമായത് റീചാർജ് ചെയ്തുകൊണ്ട് കിട്ടുന്ന വെള്ളം അനുസരിച്ച് അതൊരു സൈക്കിളാണ്. ആ സൈക്കിൾ തെറ്റിക്കളയും. ആ സൈക്കിൾ തെറ്റിച്ച് കളയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ 300 മില്ലിലിറ്റർ ബ്ലഡ് നമുക്ക് എടുക്കാം. പക്ഷെ നമ്മളൊരു 1 ലിറ്റർ ബ്ലഡ് എടുത്താലോ മനുഷ്യ ശരീരത്തിൽ നിന്ന് 1 ലിറ്റർ ബ്ലഡ് എടുക്കുന്ന പോലെയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ബ്ലഡിന്റെ അളവ് കുറയുന്നു, ബ്ലഡിന്റെ ക്വാളിറ്റി മാറുന്നു. അങ്ങനെ അവിടുത്തെ വെള്ളത്തിൽ ലവണാംശം കൂടുന്നു, കുടിക്കാൻ കഴിയാതാവുന്നു, അത് പലതരം രോഗങ്ങൾ വരുന്നു. വലിയ പ്രശ്നമാണ് കുടിവെള്ളത്തിന്റെ പ്രശ്നം. അതല്ലാതെ ഇവിടുന്ന് ഒരു ചൂര് വരുന്നുണ്ട്, അതിനകത്ത് ഇങ്ങനെ പട്ടിയൊക്കെ ചത്തമാരി ഒരു നല്ല വൃത്തിയായിട്ട ചൂര് വരുന്നുണ്ട്. ആ ചൂര് ഇവിടെ ഇരിക്കാൻ എപ്പോഴും ഈ സമരം തുടങ്ങുന്നതിന്റെ മുന്നേ നിത്യമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അങ്ങനെയല്ല. സമരം തുടങ്ങിയപ്പോൾ രാത്രി സമയത്തെ വാട്ടർ ടാങ്ക് തുറക്കണുള്ളൂ. അപ്പൊ രാത്രി 12 മണിക്ക് ശേഷമൊക്കെ അത് വാരിക്കൊണ്ടു അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഓരോരോ കൃഷിക്കാരന്റെ തെങ്ങും കടക്കെ കൊണ്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വേസ്റ്റിന് അത് വളമാണെന്നും പറഞ്ഞ് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞത് റെഗുലറായി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ എല്ലിന് ക്ഷതക്കേടുണ്ടാകുകയും കണ്ണെരിച്ചിലുണ്ടാകുകയും തലവേദന വരികയൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ വെള്ളം കുടിച്ചിട്ട് എത്ര പേരെ ഇങ്ങനെ രോഗികളായിട്ട് വരും, അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കമ്പനിയെ തടയാൻ പറ്റാത്തത് എന്നാണ് അവിടെയുള്ള ഡോക്ടർ രഘുനാഥനും കൂടി ഞങ്ങളോട് ചോദിച്ചത്. The villagers say their agriculture has been affected after the plant started extracting water. കൃഷിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കൻ. സാധാരണ ഒരു ഏക്കറയ്ക്ക് 3 വണ്ടി നെല്ല് കിടക്കും. ഈ പ്രാവശ്യം 5 ചാക്ക് കിട്ടുകയില്ല. ഇത് സത്യാവസ്ഥയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം. 5 ചാക്ക് നെല്ല് പോലും കിട്ടുകയില്ല. കാരണം ഉള്ള ഊറ്റിനെ മുഴുക്ക വലിച്ചെടുത്ത് കഴിഞ്ഞു. എവിടെ പോണോ? എവിടെ? സാമ്രാജ്യത്വം തുലയട്ടെ, ജനാധിപത്യം വളരട്ടെ, അധികാരികളെ മൂരാജികളെ, അധികാരികളെ കള്ളന്മാരെ, അധികാരികളെ കൊള്ളക്കാരെ. ഇവിടുന്ന് ഞങ്ങളെല്ലാവരും പണിക്ക് പോകുമ്പോൾ വൈകിട്ട് 10 രൂപ കൊണ്ടുവന്ന് എല്ലാവരും കൊടുക്കും. എന്നിട്ട് അന്നതാ ചെലവ് കഴിയും. അതല്ലാതെ ഞങ്ങളിങ്ങനെ പിരിക്കാൻ പോകും. വല്ല അരിയോ അല്ലെങ്കിൽ നാളികാരോ പൈസ എന്താ കിട്ടുമെന്ന് വെച്ചാൽ ആ വീട്ടിൽ നിന്ന് അത് മേടിച്ചിട്ട് അവരെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ട് വരും. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഇന്ന് വരെയും ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. Women are in the forefront of the struggle for survival in Plachimada.
കൂടുതലും വെള്ളത്തിൽ പെരുമാറുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാർ പല ഭാഗത്തും പണിക്ക് പോവുകയും വരികയും ചെയ്യും. സ്ത്രീകൾ പറഞ്ഞാൽ വൈകുന്നേരം വരെയും ഇവിടുത്തെ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലും സ്ത്രീകൾ ഈ സമരത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. The company is run with heavy police protection. Protection is given to the workers also. The local police is hand in glove with the Coca-Cola company in suppressing the struggle. The villagers say the local police is on the payroll of the company. പോലീസ് കമ്പനിക്കാർ പറയും പോലെയാണ് പോലീസുകാർ ചെയ്യുന്നത്. നമ്മൾ പ്രതികരണം പോലീസ് പറഞ്ഞാൽ നമ്മൾ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. കൊക്കോള കമ്പനിക്ക് വേണ്ടി തന്നെയാണ് അവിടെ പോലീസ്. പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നാട്ടുകാരും വളരെ അടുത്ത് വേണ്ടപ്പെട്ട ആളുകളും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെ തീറ്റി പോറ്റുന്ന കൊക്കോള കമ്പനിയാണെന്നാണ്. നമുക്ക് വളരെ വ്യക്തമായ അനുഭവമാണ്. പോലീസ് പക്ഷപാതപരമായി തന്നെയാണ്, പക്ഷപാതപരം എന്നല്ല, അവർക്ക് വേണ്ടി തന്നെയുള്ള പോലീസാണ്, അല്ലാണ്ട് ഒരു ക്രമസമാധാന പാലനത്തിനുള്ള പോലീസല്ല. ചിറ്റൂർ SI തോമസും ബേബി എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് പോയി. എല്ലാരെയും കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ട് പോയി. അപ്പം 240 പേരെ അറസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കറണ്ട് പോയിരിക്കുന്ന സമയത്ത് ഞങ്ങളെ സ്റ്റേഷനിൽ ഇട്ടിട്ട് പിടിക്കും വലിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളുടെ ബ്ലൗസൊക്കെ കീറി. എന്റെ താലിമാലയൊക്കെ പൊട്ടിച്ചു അവര്. അത് ഇനിയും കിട്ടിയിട്ടില്ല. In a state like Kerala, where all walks of life are dominated by political parties, the struggle in Plachimada has an apolitical leadership. Parties are with the company in Plachimada. They have formed a committee to protect the rights of the workers in the plant. For them, a few hundred jobs are more important than the survival of a village community. ഗാന്ധിയുടെ പേര് പറയുന്ന ആളുകൾ സ്വാശ്രയത്വത്തിന് 100% എതിരായി പ്രവർത്തിക്കുക, മാർസിന്റെ അല്ലെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ മുഴുവൻ അവകാശവാദവും ഉന്നയിക്കുന്ന ഇടതുപക്ഷം, ഇവിടുത്തെ എല്ലാ സാമ്രാജ്യത്വ ശക്തികൾക്കും ഒരർത്ഥത്തിൽ PDB ആണെങ്കിലും ലോകബാങ്കിന്റെ പദ്ധതികളാണെങ്കിലും കൊക്കോകോളയാണെങ്കിലും അത് ഏതാണെങ്കിലും കനേഡിയൻ കമ്പനിയെ കുറിച്ച് ഏതാണെങ്കിലും ഇവിടെ അവരതിനൊക്കെ തന്നെ കൂട്ടുനിൽക്കുക. ഇതിന് കാരണം ഒന്ന് എനിക്ക് തോന്നുന്നത് അവരുടെ പഴയ ഒരു സ്റ്റിഗ്മയുണ്ട്. ഇപ്പോൾ വികസനം സംബന്ധിച്ച് അവരുടെ ഒരു സ്റ്റിഗ്മയാണ് അവരുടെ കാരണം. പുതിയ സാമ്രാജ്യത്തിനുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഒരു നേട്ടം അവർക്ക് ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ സംഘടിത തൊഴിലാളികളെ ഒരു പരിധിവരെ കയ്യിലെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവരിപ്പോൾ ത്രട്ടിലാണ്. ഇപ്പോൾ നമുക്ക് FACT പോലെ ഒരു കമ്പനി അവർ സമരം ചെയ്താൽ കമ്പനി അന്ന് പൂട്ടും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം എത്ര മലിനീകരണം ഉണ്ടാക്കിയാലും കമ്പനി പൂട്ടാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലൈൻ. ഞങ്ങൾ കുറക്കാലം മുമ്പ് പറയാൻ തുടങ്ങിയതാണ്, തൊഴിലാളികളുടെ മുദ്രാവാക്യങ്ങളിൽ ഈ മുദ്രാവാക്യം കൂടി വരണം. ഞങ്ങൾക്ക് തൊഴിൽ വേണം. ഈ വ്യവസായം ഇവിടെ നടക്കുമ്പോൾ ആ വ്യവസായം മലിനീകരണത്തിന് ഇടയില്ലാത്ത രീതിയിൽ നടത്താനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് ലഭ്യമാണ്. അത് ഉപയോഗിച്ച് നടത്താൻ പാടുള്ളൂ എന്ന് ഒരു മുദ്രാവാക്യം അവർക്ക് ചേർക്കണം. It is ironical that an international company which promises to quench the thirst of the people world over is affecting the water sources of the local population. Every day, 60,000 cases of Coca-Cola products leave the plant in Plachimada. The state of Kerala is rich in rainfall, but the Keralites have started using packaged drinking water in a big way. Coca-Cola has invested 40,000 million rupees in the country recently. The company has recorded a growth of 11%, most of it from the sale of Kinley. Coca-Cola spends millions in advertisement campaigns to attract more people to their products. No wonder the visual and print media in Kerala have chosen to ignore the struggle against Coca-Cola. മറ്റു പല സമരങ്ങളോടും കാണിക്കുന്ന ഒരു അനുഭവം മാധ്യമങ്ങൾ ഈ സമരത്തോട് കാണിക്കുന്നില്ല. കാരണം ഒരു പരസ്യവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. കൊക്കോകോളയുടെ പരസ്യമില്ലാതെ ഇപ്പോൾ ഒരു TV മാധ്യമത്തിനും നിൽക്കാൻ കഴിയില്ല, പത്രങ്ങൾക്കും ഒന്നും നിൽക്കാൻ കഴിയില്ല. Kerala is known as the land of the coconut trees.
The state is richly endowed with the best natural health drink in the world, the tender coconut. It is not only a health drink, but a wholesome meal too. No cola can compete with its nutritional value. കൊക്കക്കോളയിലുള്ളത് വെള്ളം, മധുരം, ഒരു ടേസ്റ്റ് നൽകുന്ന ഒരു വസ്തു. നേരെ വെച്ച് കരിക്കില് വെള്ളം, മനുഷ്യന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും നിറഞ്ഞ ഒരു ഫുൾ കംപ്ലീറ്റ് ന്യൂട്രീഷൻ അടങ്ങിയ ഒരു പാനീയമാണ്. അത് നമ്മുടെ രോഗികൾക്ക് ഡ്രിപ്പ് കൊടുക്കില്ലേ, സെലൈൻ ഡ്രിപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ വയ്യാത്തവർക്ക് കൊടുക്കുന്ന, അതിന് ബദലായി ഇത് കൊടുക്കാവുന്നതാണ്. എന്നാൽ സ്റ്റെറൈലാണ്, സ്റ്റെറിലൈസ് ചെയ്യേണ്ട അരിയില്ല. അതിൽ മിനറൽസ് ഉണ്ട്, ഷുഗറുണ്ട്, വെള്ളമുണ്ട്, വൈറ്റാമിൻസ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്. But the government of Kerala has more than just tender coconuts on their mind. They are planning a grand global investors meet in Kochi in January 2003. The meet is expected to attract an investment of 70,000 million rupees to the state. ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയമല്ലെങ്കിൽ കൂടി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും മിണ്ടല്ലേ, അവരും കൂടെ വന്നോട്ടെ, അവരോട് വന്നാൽ അവരോട് ഇൻവെസ്റ്റ് ചെയ്യട്ടെ, ഇൻവെസ്റ്റ് ചെയ്താൽ ഇവിടെ വ്യവസായം ഉണ്ടാവട്ടെ, തൊഴിൽ വർദ്ധിക്കട്ടെ. ഇവർക്ക് ഇന്ന് നിലവിലുള്ള പരിസ്ഥിതി സംരക്ഷണ മാനദണ്ഡങ്ങൾ ബാധകമാണെന്നും ഒന്നും പറയുന്നില്ല. മാത്രമല്ല അതൊക്കെ ഇളവ് ചെയ്യുമെന്നാണ് പലയിടത്തും ഇവർ നടത്തുന്ന പ്രസംഗങ്ങളിലൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്നത് ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടിയുടെ പേരിൽ ഇവിടെ വന്ന് പണം മുടക്കും, വ്യവസായം തുടങ്ങും. ആ വ്യവസായം തുടങ്ങുന്നതൊക്കെ ഈ നിയമത്തിന് വിധേയമല്ലെങ്കിൽ വൻതോതിലുള്ള ഇടപെടലുകൾ ഉണ്ടാവും. The people of Plachimada are on a warpath against the Coca-Cola company for the last 8 months. Their struggle shows no signs of weakening or dying down, because it is their life versus the profits of a global giant. ബ്രിട്ടീഷുകാരനിക്ക് വെച്ചിട്ട് മോശമായ ജീവിതമാണ് ഇപ്പോഴത്തെ ജീവിതം. ഈ കൊക്കോകോള കമ്പനി വന്നതുകൊണ്ടും ഇപ്പോഴത്തെ രാഷ്ട്രീയ കളിയും കൊണ്ട്. വെള്ളക്കാരൻ ഭരിച്ചിരുന്നല്ലോ, അവർക്ക് വെച്ചിട്ട് മോശമായ സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് കിടന്ന് നോക്കുമ്പോഴേ അവനവന്റെ രാപ്പനി അറിയുകയുള്ളൂ. സമരം കമ്പനി പൂട്ടുന്നവരെയും സമരം നിലനിൽക്കുന്നുള്ളതാണ്. അതിലിനി എന്ത് ദോഷങ്ങൾ വന്നാലും എന്ത് നാശനഷ്ടങ്ങൾ വന്നാലും കമ്പനി പൂട്ടുന്നവരെയും ഞങ്ങൾ സമരം ചെയ്യും. പൊളിച്ചു മാറ്റുക അല്ലെങ്കിൽ അടച്ചു പൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. December 2002. The factory is closed, citing technical reasons. The people have won a temporary battle, but a multinational giant like Coca-Cola won't give up so easily. There are rumors that the plant is going to be shifted to Shivganga in the adjoining state of Tamil Nadu. The struggle goes on. പ്രാന്തവൽകൃതരായ മനുഷ്യർ അവർക്ക് നിലനിൽപ്പില്ലാതെ വരികയും ഒരു ഗതിയുമില്ലാതെ വരുമ്പോൾ അവർ സമരം നടത്തുക. അത്തരത്തിൽ ഉള്ളൊരു സമരം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിപ്പോൾ പ്ലാച്ചിമടയിലെ സമരത്തെ കാണുന്നതെന്നാണ് എനിക്ക് The message of this David and Goliath battle is spreading to other places also. ഞങ്ങൾ പ്ലാച്ചിമടയിൽ പോയി. അവിടെ ഒരു കൊക്കക്കോള കമ്പനി അത് ചുറ്റുള്ള നിവാസികൾക്ക് കൊടുക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ നേരിട്ട് കണ്ടു. അതിനുശേഷം ഈ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഞങ്ങളുടെ കുട്ടികളെല്ലാവരും കൊക്കക്കോള ഉപേക്ഷിച്ചു. പിന്നെ അത് മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവരിലേക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കാനായിട്ടും കൊക്കക്കോള ഉപേക്ഷിക്കാനായിട്ടും ഞങ്ങൾ പ്രസ് കോൺഫറൻസ് നടത്തി.
It was in the 1980s that the traditional fisher people launched an agitation to conserve marine resources. This was followed by several struggles and agitations. The struggle against air and water pollution in Chaliyar, against alienation of land by the tribals, against air pollution in Karimugal. None of these struggles had the backing of the established political parties in Kerala. They were initiated and led by the marginalized sections of the Kerala society, the fisher people, the tribals, women and the rural poor. Their methodology may be the same, but their slogans are not. They are raising vital questions about the development paradigm this country is pursuing. They are asking who owns our land, air and water, and who decides which factory will come up and where. ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ കൊക്കോക്കോളയല്ല ഇല്ലേ അമേരിക്കനല്ല ജീവൻ പോകുമ്പോൾ പിന്നെ ആരോടും മല്ലിടുക എന്നുള്ളത് ഒരു മനുഷ്യന് സാധാരണയുള്ള ഒരു പ്രവൃത്തി ശൈലിയാണ്. അത് തന്നെ ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. People in Plachimada know that today is the day before, but they are not prepared to let tomorrow be the day after. National campaign has to begin from a place where a serious long-term battle has been launched. അധികാരികളെ കള്ളന്മാരെ